കേട്ടോളി. നമ്മളെ കല്ലൂര് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറയാൻ പോവാണ്. എന്ത് മൂപ്പര് പറയാണ്, ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഇടിമുട്ടിയായിട്ട് നടക്കണേ. ഇപ്പൊ പുതിയ മെഷീൻ ഉണ്ടല്ലോ ഏത്, അപ്പൊ അതായിട്ട് നടക്കുന്നുണ്ടാവും. എന്നിട്ടോ പിന്നെ വേറെ ചിലത് എങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടാ നമ്മളോട് ഉപരി നമ്മൾ ഈ വീട്ടിലൊക്കെ വളർത്തുന്ന ഈ ഇംഗ്ലീഷ് മീൽ ഉപരി പറഞ്ഞത്. ഇംഗ്ലീഷ് മീൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ ആക്കിയോണ്ട് ദിക്റല്ലല്ലോ. കേട്ടോളി നിങ്ങളാ ഭാഗം. മൂപ്പരെ ഒരു മോചേരെ ചെയ്ത്താൻ പറ്റിക്കലെങ്ങനെ കള്ളുടിച്ചിട്ടാ മോചേരെ വരി നമ്മൾ കള്ളസാപത്തൊന്നും കാര്യം ലേശം കുടിച്ചു പോകാൻ പുറത്ത് പാളച്ചിട്ടേണ്ടി വരൂലേ. മോചേരെ അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂജേരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക. ആദ്യം കുറച്ച് ഇടിമുട്ടിൻ്റെ അല്ല കജ്ജിൽ അതിങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീനിൻ്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചും വലിയ ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടിരിക്കും. അത് ദിക്റല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്റ ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ട് കണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അടുത്തോ അവളടുത്തോട്ടെ, നമ്മളവിടെ അടുക്കണ്ട. ഓലി പടച്ചോനൊക്കെയുള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ നിങ്ങൾ അടുക്കണ്ട. ഓലി പടച്ചോനൊക്കെയുള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ നിങ്ങൾ അടുക്കണ്ട. ഇത് നമ്മൾ പറഞ്ഞ പറയും ഔലിയാക്കന്മാരെ നമ്മൾ കുറ്റം പറയാണ്, എതിർക്കാണ്. ഇപ്പൊ ഇയാളെന്താ പറയുക, ഓല നേരെ നമ്മൾ അടുക്കണ്ട, ഓല എപ്പോഴൊക്കെ ദിക്കറുണ്ടാവും അല്ലേ. എന്താ കഥ കഴിഞ്ഞിട്ടില്ല. ഇനി മൂപ്പര് പറയാണ് എന്ത്, ചില ഔലിയാക്കന്മാരെ കറാമത്തിന്റെ കോലം. എന്താ കറാമത്തിന്റെ കോലം? അവര് ചില ആൾക്കാരുണ്ടാവും, ഓനെ തലവേദന മാറിയ ഓൻ അത് വലിയ കറാമത്താവും. അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അൽഷിഫയെ കൊണ്ടുപോയി മാറിയില്ല, മൗലാനെ കൊണ്ടുപോയി മാറിയില്ല. ശൈഖ് ഒരൊറ്റ ഊത്ത് അവിടെ നിന്ന് വെമ്പാലല്ലത് അവർ ചോദിക്കാണ്. കേട്ടോ. പിന്നെ കറാമത്തുകൾ ധാരാളം കാണും. ഇപ്പൊ വലിയ കേസടാ, ഒരുത്തന്റെ തലവേദന മാറിയ കറാമത്തായി. എന്താ നിങ്ങൾ പറയണ? അൽഷിഫയെ കൊണ്ടുപോയി മൗലാനെ കൊണ്ടുപോയി എന്നിട്ടൊന്നും സുഖമില്ല. ശൈഖ് ഒരൊറ്റ ഊത്ത അവിടെ നിന്ന് ബംബാലല്ലേ ഒറ്റ ഊത്തിൽ നിൽക്കാൻ. ഈ ഒരൊറ്റ ഊത്തിലാട് നിന്ന് അപ്പൊ അതിൽ കറാമത്തായി. അതേപോലെ തന്നെ ഓരോ മറ്റവരെ കാലിന് ചെറിയൊരു മുറിയുണ്ടേനി. ശൈഖ് ഇങ്ങനെ നോക്കി, ഇവിടുത്തെ ശൈഖിന്റെ വർത്താനല്ലേ അവന് മൊത്തത്തിലാ പറഞ്ഞത്. അപ്പോൾ ഒരൊറ്റ നോട്ടം ആ മുറി പോയ ബജ്ജ് കണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാൽ അല്ലെങ്കിൽ ഓൻ്റെ പൊരെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ശരിയാവോടാ ഫേക്കും അത് കയ്യിൽ വെച്ചോ പറഞ്ഞു. പിന്നെ ആ ഉള്ളിടത്തു നിന്നൊക്കെ കടം വാങ്ങി കണ്ട് ഇതുണ്ടാക്കി. അപ്പോൾ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ്. കാരണം ഇതോ വാങ്ങിയതൊക്കെ. അപ്പൊ ഇതൊക്കെ കറാമത്തായി കാണുന്നത്. കറാമത്ത് വെളിവാകാനാണ് വലിയൊരു കേസുള്ള കാര്യമല്ല. ഈ കുട്ടികൾ ചെറിയ മക്കൾ ഇങ്ങനെ കഴിയുമ്പോൾ ആ കരച്ചിൽ വല്ലാതെ ശല്യമാകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കളിച്ചാൻ വേണ്ടിയിട്ടുള്ള ഈ പി കൊടുക്കല് എന്നമാതിരിയുള്ള ചെറിയ പരിപാടിയാണ്. കറാമത്തല്ല, ഇസ്തിഖാമത്താ വലിയ മക്കാമ്. ഇതിപ്പോ നമ്മളാ പറഞ്ഞ കണ്ടോ ഔലിയാക്കന്മാരെ താറടിച്ചില്ലേന്ന് പറഞ്ഞു. ഇതിനെന്താ നിങ്ങൾ പറയാ? അത് ഡ്യൂപ്ലിക്കേറ്റ് എതിർത്താണ്. നമ്മളും അത്രേ ഉള്ളൂ. ഒറിജിനൽ നമ്മൾ എതിർക്കാൻ പറ്റൂല. പക്ഷെ ഒന്നും കൂടി നമ്മൾ പറയും, ഒറിജിനലോടും പ്രാർത്ഥിക്കാൻ പറ്റൂല. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. ഇത് നമ്മൾ പറയും. ഇനി വേറെ ഉലപ്പാപ്പാന്റെ കറാമത്തും കൂടെ കല്ലൂർ പറയാൻ പോവാണ്. എന്താണ്? മൂപ്പരനെ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് ഞങ്ങൾ കേട്ടോളി. മർത്തവ ഉണ്ടാവും. ഞാൻ അതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, നേരല്ല. മർത്തവ കൂടല്ലേ ചിലർക്ക് ഈ തെരീക്കത്തിന് കൂടിയിട്ട്. ഇപ്പൊ ഞാൻ നിൽക്കണോട്ട് കയ്യോട്ടൊരു ഷെയ്ഖ് വന്നു കഴിഞ്ഞല്ലോ. ഓന്റെ കറാമത്ത് ഞാൻ അന്ന് അബുദാബി പോയിരുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയായിരുന്നു. ഇവിടെ ആകെ മനസ്സിലായി. ഒരു വലിയൊരു ദിക്റുകാലത്തെയും മറ്റും മറിച്ചൊക്കെ കെട്ടിയിട്ട് ബമ്പം പരിപാടി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ചോദിച്ചു, മൂല്യന്മാർ അവിടെ ഉള്ള മൂല്യന്മാരോട് നിങ്ങൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞോടെ എന്തോ ഒന്നുണ്ട് കാരണം. ഈ എന്തോ എന്ന് പറഞ്ഞാൽ വലിയ ബേജാറാണല്ലോ. അതെന്താ സാധനം എന്ന് ചോദിച്ചു. എന്തോ ഒന്നുണ്ട്. മൂപ്പരോട് സംസാരിച്ചാൽ എന്തോ ഒന്നുണ്ട്. ഒരു സുമാർ 10-28 വയസ്സുണ്ടാവും ചങ്ങായിക്ക്. എന്നാൽ നമുക്ക് സൗകര്യം ഉണ്ടാവുമെന്ന് വർത്താനം പറയാം. നമ്മൾ നിൽക്കണ മയലായതുകൊണ്ട് അന്വേഷിക്കണത്. അല്ല, അങ്ങനെയൊന്നും മൂപ്പരോട് സംസാരിക്കാൻ പറ്റൂലാണ്. എന്നാ പിന്നെ പൊട്ടയാറും. അങ്ങനെ മൂപ്പരെ പറ്റി നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ ഖിത്താൻ തന്നെ ചെയ്തിട്ടില്ല. ഷെയ്ഖാണ് ചെയ്തിട്ടില്ലാന്ന് മാത്രമല്ല, ഒരുപാട് സംഗതി പിന്നെ തിരിഞ്ഞു. എൻ്റെ അവസ്ഥ ഇങ്ങനെ
ആയിരുന്നു, മറ്റതായിരുന്നു, മറിച്ചായിരുന്നു. വേറെ ചങ്ങായിനോട് വന്നിട്ട് മൂപ്പരെ കറാമത്ത് തന്നെ എന്താരോ ഉസ്താദെ, മൂപ്പര് മഖ്തൂനാണ് എന്ന് പ്രസവിക്കപ്പെടുമ്പം തന്നെ മഖ്തൂനാണ്, ചില്ലറല്ലാതെ. മാർഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പെറ്റപ്പന്നെ മാർഗം കഴിച്ചുകൊണ്ടാണ് വന്നത് എന്നർത്ഥം. മൂല്യമായല്ലേ സാധിച്ചില്ല, അങ്ങനെ മഖ്തൂനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അതിന് ദലീല് പറഞ്ഞത്? കാണിച്ചൊന്നു. അപ്പൊ അത് എന്താ, നമ്മള് നിക്കണ മയലിലുണ്ടായ സംഭവം 2 കൊല്ലപ്പുറം. അപ്പൊ ഓന്റെ ആവശ്യം തന്നെ അവിടുന്ന് പറഞ്ഞേക്കുക എന്നുള്ളതാ. അതിന് ഓന്റെ മാർഗം കഴിച്ചാക്കണം, അല്ലെങ്കിൽ ഓനെ കഴിച്ചണോ ഞാൻ പോണെങ്കിൽ? അതൊന്നും എനിക്ക് ബന്ധമില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ കാര്യങ്ങൾ പരിപാടി? ഓന് സേവ് ചെയ്യണ സമയത്ത് അടിയിൽ പേപ്പർ ഇടുക, എന്നിട്ട് ആ മുടി കൊണ്ടുപോയിട്ട് തബറുക്കിനൊന്നും അല്ലത്. അതുകൊണ്ടൊക്കെ ഒരുപാട് പണിയുണ്ട്, ഒക്കെ അറിയോ? അതുകൊണ്ടൊക്കെ വേറെ വേറെ പദ്ധതികളുണ്ട്. ഈ ജാതി തബറുക്കുകളാ. അപ്പൊ ഞാൻ ചോദിച്ചു ചെങ്ങായിനോട്, ചങ്ങായി ഒരു ചെങ്ങായി ഇപ്പൊ ഞാൻ കാണിച്ചു തന്നിട്ട് എന്നോട് പറയാം, എന്നെ പെറ്റപ്പം ഇങ്ങനെ തന്നെയാണ്, അല്ലാന്നൊരാൻ്റെ തെളിവ് വെച്ചു ഉണ്ടോ? ഈ ജാതി കറാമത്തൊക്കെ, ഇതൊക്കെ കറാമത്താന്നും പറഞ്ഞുകൊണ്ട് അത് വിശ്വസിക്കാനും കമ്പനി ഉണ്ട് എന്നറിയാം. കറാമ്പറുപ്പല്ലേ അത് വാസ്തവത്തിൽ? ഉറപ്പല്ലേ? കറാമ്പറുപ്പന്നല്ലേ കറാമത്താണോ? നമ്മൾ എതിർത്താന്ന് പറയും, കണ്ടോ ഔലിയാക്കന്മാരെ താറടിക്കുന്നു. കല്ലൂരോ നമ്മൾ പറഞ്ഞ നല്ല ഡബിൾ ഡോസിനാ പറഞ്ഞത്. ഇയാൾ പേച്ചോ, പുത്തമ്പാതി ആയോ, വിധയി ആയോ, നിങ്ങൾ പുറത്താക്കുവോ? ഇയാളും തബിലിലേക്ക് എന്ന് പറയോ മറ്റോല്? നിങ്ങൾ ആലോചിച്ച് നോക്കൂട്ടരെ. ഇനി പറയും മുജാഹിദീങ്ങള്, ഇപ്പോ മുജാഹിദീകള് പരിപാടി നടക്കുമ്പോ ഇനിയിപ്പോ ഇങ്ങനെ ഒയ്തിമാലെ അല്ലെങ്കിൽ മറ്റേ മാലയൊക്കെ പാടിക്കുന്നതിന്റെ ഇടയിൽ വല്ല കരണ്ട് പോവേ അല്ലെങ്കിൽ വല്ല എന്ത് പ്രശ്നം ഉണ്ടായപ്പോ പറയും, എന്ത് കണ്ടോ കുരുത്തക്കേട്, അല്ലാഹു അക്ബർ. ചിലടത്ത് അങ്ങനെ ഉണ്ടാവും. എന്നാല് അങ്ങനെ വല്ല കുരുത്തക്കേടുണ്ടോ അതും പറയുന്നു ആര്? കല്ലൂര് തന്നെ. കേട്ടോളൂ. ഇങ്ങനത്തെ കറാമത്തും കാര്യമൊക്കെ കണ്ട ഉണ്ടായിക്കോട്ടെ, പഠിച്ചോനെ നല്ലത് തന്നെ, എനിക്ക് വേണ്ട. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, നമ്മളിപ്പോ പറയണ്ടോ, എന്തെങ്കിലും നാൾ പോകാൻ പറഞ്ഞിട്ടുണ്ട്, ആ കാല് വെച്ചെത്തിട്ട് നേരെ ശരിയായി. ആ ദുനിയാവിൽ നടക്കുന്ന കാല് വെച്ചെത്തലും മരിച്ചലും സൊക്കടാലും. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കറാമത്തായി. ഛർദിക്കണ അയാൾ പറഞ്ഞിട്ടാ, നമ്മളങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടാ. അപ്പൊ അത് ഇങ്ങനെ വെച്ചുത്തലും മരിച്ചലും ഉപരി പറഞ്ഞ അങ്ങനെ ഇതൊക്കെ നാട്ടിൽ നടക്കണാണ്. അത് നമ്മൾ പറയണില്ല കേട്ടോ എന്ന് പറഞ്ഞ് തടിയിലാക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് കോലം. നമ്മൾ യഥാർത്ഥ ഔലിയാക്കന്മാരെ കുറ്റം പറയാനില്ല, മാത്രമല്ല അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ അതിന്റെ പേരിൽ അവരോട് പ്രാർത്ഥിക്കാൻ ഇസ്ലാമിൽ രേഖയില്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല. ഇത് നമ്മൾ പറയുന്നു. ഇൻഷാ അല്ലാഹ് കല്ലൂരൊക്കെ പറയാവും, പ്രതീക്ഷ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താ അറിയില്ല.